ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റഡി വ്ളോഗല്ല, UPSC റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനും അല്ല. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ കുറച്ച് ദിവസം മുമ്പ് സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അത് എനിക്കൊരു സ്കാം കോൾ ലഭിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഞാൻ ആ കോള് കിട്ടിയ സമയത്ത് ചിലപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ചിരിച്ച് കളിച്ചൊക്കെ ആയിരിക്കും ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുന്നത്. പക്ഷേ ആ ഒരു കോള് കിട്ടിയ സമയത്ത് ഞാൻ വല്ലാണ്ട് പാനിക്ഡായിപ്പോയി. എന്താ പറയുക, ഒരുപാട് പാനിക്ഡായിപ്പോയി ഞാൻ. എന്താ പറയുക, എനിക്ക് അത്യാവശ്യം എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും ഹിന്ദി സംസാരിക്കാനും അറിയാവുന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എനിക്ക് ആ ഒരു കോളിൽ ആ ഒരു സമയത്ത് ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയ സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും ഒന്നും വന്നില്ല. ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഞാൻ ഈ തപ്പിപ്പെറുക്കി പറയണ പോലെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ സത്യമായിട്ട് ഞാൻ പേടിച്ചു പോയി. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചുറ്റും ഇതുപോലെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നാളെ ഒരു കോള് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, അവരുടെ സ്കാമിൽ ചെന്ന് പെടരുത്, അങ്ങനൊരു അവരെ വിശ്വസിച്ച് പോകരുത് എന്നൊരു രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പറയാം. ഞാൻ ഒരു സമയത്ത് ഒരു 11-12 മണിയായിരുന്ന സമയത്ത് ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു കോൾ വന്നിരിക്കുന്നത്. ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് ഒരു ലേഡി റെക്കോർഡിങ്, നമ്മൾ ടെലിഫോണിലൊക്കെ ഇങ്ങനെ റെക്കോർഡിങ് ശബ്ദം കേൾക്കത്തില്ലേ, അതായത് ഇപ്പോൾ നമുക്ക് കോളർ ട്യൂൺ ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നമർത്താം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കോള് വരത്തില്ലേ, അതുപോലെ ഇങ്ങനൊരു കോള് വന്നിരിക്കുവാണ് എനിക്ക്, റെക്കോർഡിങ് കോള്. എനിക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത് ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത് പറഞ്ഞിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ എന്താ പറയുക, കട്ട് ചെയ്യണേന്, ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ രീതിയിൽ ഇങ്ങനെ കോള് വന്നു, റെക്കോർഡിങ് കോള്. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഇതെന്താ ഇങ്ങനെ ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. സോ അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല എന്തിനും കംപ്ലയിൻറ്റ് വന്നിട്ട്. ആ നമ്പറാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന നമ്പറാണ്. എൻ്റെ എല്ലാ സ്ഥലത്തും ഞാൻ പേഴ്സണലായിട്ട് ഞാൻ ഒരുപാട് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്കറിയാമല്ലോ, യൂസ് ചെയ്യുന്നതെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ. വാട്ടെവർ എൻ്റെ ഡീറ്റെയിൽസിൽ മുഴുവൻ എൻ്റെ ബാങ്ക് അങ്ങനത്തെ കാര്യങ്ങളിൽ മുഴുവൻ ആ നമ്പർ കിടക്കുന്നത്. സോ ഞാൻ വല്ലാതെ ഇങ്ങനെ പേടിച്ചു പോയി, എന്തിനാ ഒരു ബ്ലോക്ക് ചെയ്യണ നമ്പർ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, എന്നിട്ട് റെക്കോർഡിങ്ങിൽ തന്നെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതായിട്ട് കണക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നമ്പർ നിൽക്കാൻ മതി എന്ന് പറഞ്ഞിട്ട് മതി. അപ്പോൾ ഓക്കെ, ഞാൻ നമ്പർ നീക്കിയിട്ട് അവരായിട്ട് കണക്ട് ചെയ്തു. ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ ഒരു ചെക്കനാണ് എടുത്തത്. എന്നിട്ട് അയാൾ എടുത്തിട്ട് സംസാരിച്ചു. ഓക്കെ, എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങളുടെ ഫോൺ നമ്പർ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ പേരിലാണ് ആ ഫോൺ നമ്പർ എടുക്കുന്നത്, ഏതൊരു ഫോൺ നമ്പർ 67 എന്നൊക്കെ തുടങ്ങുന്ന ഏതൊരു നമ്പറൊക്കെ പറഞ്ഞ് ആ നമ്പർ യൂസ് ചെയ്തിട്ട് ഒരുപാട് പേര് ഇങ്ങനെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഒരുപാട് പേരുടെ അടുത്ത് തട്ടിപ്പ് നടത്തിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ പോയിട്ടുണ്ട്. അവരെന്ത് ചെയ്യുന്നു, പൈസ പോയ ആൾക്കാർ ഇപ്പം മുംബൈ പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പരാതി കൊടുത്തത് ഈ നമ്പറിലാണ്. ഇവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ആ ഒരു ഫോൺ നമ്പർ, ഏതോ 67 എന്നൊക്കെ പറഞ്ഞ ഫോൺ നമ്പർ, അത് എൻ്റെ പേരിലാണ് കിടക്കണേ. അപ്പോൾ എൻ്റെ പേരിലാണ് കിടക്കുന്നത്. അപ്പം മുംബൈ പോലീസ് പറഞ്ഞ് ഈ നമ്പർ ബ്ലോക്ക് ചെയ്യണം എന്ന്, എൻ്റെ ഈ സ്നേഹ എന്ന പേരിലുള്ള ഈ നമ്പേഴ്സെല്ലാം ബ്ലോക്ക് ചെയ്യാനാണ് അവർ കിട്ടിയേക്കണമെന്ന് പറഞ്ഞു. അവർ കിട്ടിയേക്കുന്ന ഓർഡർ ഏതാ, സൈബർ സെല്ലിൽ നിന്ന് കിട്ടിയേക്കുന്ന ഓർഡർ പറഞ്ഞു. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ വിശ്വസിച്ച്, എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ വിശ്വസിച്ച് നിങ്ങളൊന്നും ഓർക്കണം, ഞാൻ മനസ്സാ കർമ്മണ അറിയത്തില്ല, ഇന്നേ വരെ ഞാൻ ഒരാളെ പറ്റിച്ചിട്ട് പോലുമില്ല. അപ്പോൾ എന്നെ വിളിച്ചിട്ട് എൻ്റെ നമ്പർ, എൻ്റെ പേര് ഉപയോഗിച്ചിട്ട് എൻ്റെ നമ്പർ ഉപയോഗിച്ചിട്ട്, എൻ്റെ പേരിലുള്ള നമ്പർ ഉപയോഗിച്ചിട്ട് ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ഒത്തിരി പൈസ പോയി. പിന്നെ അവർ വന്ന് മുംബൈ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തേക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ
എൻ്റെ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ വല്ലാതെ അങ്ങ് പേടിച്ചു പോയി ആ സമയത്ത്. എനിക്കാണെങ്കിൽ കൈയും കാലൊക്കെ കിടന്ന് വിറക്കാം. ഓക്കെ, ഈ ഇത് പറഞ്ഞ സമയത്ത് എനിക്കെന്തോ ഞാൻ വല്ലാതെ പാനിക്ഡായി. സോ ഞാൻ എന്താണെന്നറിയില്ല, ഞാൻ ആ സമയത്ത് അവരോട് ഒന്നും കൂടി അത് പറയാൻ പറഞ്ഞു. കാരണം ഇവർ പറയുന്നത് ആ സമയം, ആ കോൾ വിളിക്കുന്ന സമയം എൻ്റെ തലയിലോട്ട് കറക്റ്റായിട്ടൊന്നും കയറത്തില്ല. കാരണം ഞാൻ ഭയങ്കര വല്ലാണ്ട് പേടിച്ചിരിക്കുന്നതാണല്ലോ. സോ ഇവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കേൾക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അത് ഒന്നും കൂടി പറയാൻ പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്തു. അയാൾ ഈ പറഞ്ഞ കാര്യം തന്നെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു, എൻ്റെ ഫോൺ എൻ്റെ പേരിലുള്ള സിമ്മൊക്കെ കട്ട് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞാനപ്പോൾ പറഞ്ഞു, എനിക്ക് എൻ്റെ പൊന്നേട്ടാ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ല. മുംബൈയിൽ ഞാനിതുവരെ പറഞ്ഞതാണ്, മുംബൈയിൽ ഞാനിതുവരെ പോയിട്ട് പോലില്ല, ഞാൻ കേരളത്തിലാണ് ജീവിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, മുംബൈ കണ്ടിട്ട് പോലുമില്ല ചേട്ടാ. എനിക്കറിയത്തില്ല ഇങ്ങനൊരു സ്കാമിനെ കുറിച്ചും ഒരു തട്ടിപ്പിനെ കുറിച്ചും എനിക്കറിയത്തില്ല. ഞാൻ വിശ്വസിച്ചു, ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ, ഞാൻ വിശ്വസിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളുടെ ആധാർ കാർഡ് എവിടെയെങ്കിലും കളഞ്ഞു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആധാർ കാർഡ് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ, എന്തിനെങ്കിലും വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് പണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വിശ്വസിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ടൊരു ഇത് എനിക്ക് പറ്റിപ്പോയിട്ടുണ്ട്. ഈ ആധാർ കാർഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടി വിശ്വസിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ, പണ്ട് എനിക്കിതുപോലൊരു സ്കാം പറ്റിയിട്ടുണ്ട്. സ്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനപ്പോൾ ഈ ഓൺലൈൻ ആപ്പിൽ നിന്ന് ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു ഓൺലൈൻ ആപ്പിൽ നിന്ന് സാധനം വാങ്ങിച്ച സമയത്ത് ഇവരെന്നെ സ്കാം കോൾ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ആ ഓൺലൈനിൽ നിന്ന് ഇവർക്കൊരു ലക്കി ഡ്രോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലക്കി ഡ്രോയിൽ ഫസ്റ്റ് പ്രൈസുകൾ കിട്ടിയത് എനിക്കാണെന്ന് പറഞ്ഞിട്ട്, ആ സമയത്ത് ഞാൻ 10 പഠിക്കുക കേട്ടോ. 10 ജയിച്ച് +1 ആവുന്ന സമയമാണ്. സോ ഞാൻ ആ സംഭവം വിശ്വസിച്ചു. കാരണം ആ സമയത്ത് അത്രയ്ക്ക് ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. സോ അത് വിശ്വസിച്ച്, അപ്പം ഫസ്റ്റ് പ്രൈസ് എന്തോ കാറെങ്ങാണ്ടാണ്. അപ്പോൾ കാറ് എനിക്കാണ് കിട്ടിയേക്കുന്നത്. സോ അപ്പോൾ എൻ്റെ ആധാർ കാർഡ് എന്തോ രജിസ്ട്രേഷനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ ആധാർ കാർഡ് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ ഞാൻ ആധാർ കാർഡ് അയച്ചു കൊടുത്തു. എന്നിട്ട് ഇവരെന്താ എന്നോട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ രജിസ്ട്രേഷൻ എന്തോ ഷിപ്പിങ്ങിന് എന്തോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. മുംബൈയിലാണ് കാറുള്ളത്. ഇങ്ങനെ മുംബൈ അല്ല, വേറെ ഏതോ സ്ഥലത്താണ് പറഞ്ഞത്. അതായത് കേരളത്തിലോട്ട് നിങ്ങളുടെ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഷിപ്പിൽ കൊണ്ടുവരണം. അതിന് ചാർജ് ആവും 10,000 രൂപ. അത് നിങ്ങളിപ്പോൾ തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പൈസയുടെ കാര്യം വന്നപ്പോൾ ഞാൻ ഇപ്പോൾ അമ്മേനോട് പറഞ്ഞ സമയത്ത്, ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ചേട്ടനുണ്ട്, സെക്കൻഡ് ഹാൻഡ് ഇങ്ങനെ കാറിൻ്റെ സെയിൽസ് ഒക്കെ നടത്തുന്ന ഒരു ചേട്ടനാണ്. അപ്പോൾ ആ ചേട്ടനോട് പോയി, നമുക്ക് അറിയത്തില്ലല്ലോ കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയില്ലല്ലോ. അപ്പോൾ ആ ചേട്ടനോട് പോയി ചോദിക്കായിരുന്നു. അതൊക്കെ മുമ്പ് എൻ്റെ അനിയൻ നേരത്തെ പറഞ്ഞതാണ്, എടി ഇത് സ്കാം കോളാണ്, അവർ നിന്നെ പറ്റിക്കണേന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവനെന്തറിയാം എന്ത് പറഞ്ഞിട്ട് അവൻ്റെ വാക്കിന് ഞാൻ വില കൽപ്പിച്ചില്ല കേട്ടോ. സോ എന്നിട്ട് എനിക്ക് നല്ല ഇത് കിട്ടിയായിരുന്നു, കളിയാക്കി കിട്ടിയായിരുന്നു അവൻ്റെ അടുത്ത്. എന്നിട്ട് ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, ഞാനും അമ്മയും കൂടിയിട്ട്. എന്നിട്ട് ആ ചേട്ടൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവർ നമുക്ക് ചിന്തിക്കാനുള്ള ഗ്യാപ്പ് ഇവർ തരത്തില്ല. കാരണം അമ്മാതിരി രീതിയിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. പല നമ്പറുകളിൽ നിന്ന് നമ്മളിങ്ങനെ വിളിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത്ര സമയത്തിനുള്ള ആവശ്യമെങ്കിൽ പോവും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളൊരു പ്രഷർ അവർ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ചിന്തിക്കാൻ പോലും വിടത്തില്ല. അത്രത്തോളം കോൾ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് പോലും അറിയാൻ പാടില്ല ഇവരെങ്ങനെ ഒരു 5 മിനിറ്റിൽ തന്നെ ഒരുപാട് കോള് വിളിക്കും അവർ. സോ അങ്ങനെ ആ ചേട്ടനോട് പോയി സംസാരിച്ചു. എന്നിട്ട് ആ ചേട്ടൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടനാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഹിന്ദിയിലും ഒക്കെ സംസാരിക്കുന്ന ആ ചേട്ടനാണ്. ഇവർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ആൾക്കാർ ഇവരുടെ കയ്യിലില്ല. സോ അത് ഫസ്റ്റ് ഒരു ഡൗട്ട് ഉണ്ടാക്കി കേട്ടോ. എന്നിട്ട് ഹിന്ദിയിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ. സോ ആ സമയത്ത് എനിക്ക് ഹിന്ദി കുറച്ച് മാത്രമേ അറിയത്തുള്ളൂ. 10th കഴിഞ്ഞാൽ അധികം സംസാരിക്കാൻ അധികം ഒന്നും അറിയത്തില്ലായിരുന്നു എനിക്ക്. അത്രയ്ക്കും ഫ്ലുവൻ്റ് ഒന്നും ആയിരുന്നില്ല ഞാൻ. സോ എന്നിട്ട് ഈ ചേട്ടനായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കോൾ കൊടുത്തു. എന്നിട്ട് ഈ ചേട്ടനായിട്ട് സംസാരിച്ചു. ഈ ചേട്ടൻ അത്യാവശ്യം വണ്ടിയുടെ കാര്യങ്ങളെയൊക്കെ കുറിച്ച് അറിവുള്ള ഒരു ചേട്ടനാണ്. അപ്പോൾ ഈ ചേട്ടൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഓരോ കാര്യങ്ങൾ അവരോട് അങ്ങോട്ടേക്ക് എടുത്ത് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ പാനിക്ഡ് ആവാൻ തുടങ്ങി, അവർ പേടിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ പറഞ്ഞു,
ഇവർ എന്തെന്നാ ഈ വണ്ടി നിങ്ങൾ എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ എന്തെന്നാ കേസ് വരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു. അപ്പം ഈ ചേട്ടൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ കൊണ്ടേ കേസ് എടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ചേട്ടൻ കോള് കട്ട് ചെയ്തു. അപ്പോൾ പറഞ്ഞു ഇത് സ്കാം കോളാണ്, അവർ നിങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണ്, തുരുതുരാന്ന് വിളിക്കും, നിങ്ങളെ ഒരു ഇൻട്രസ്റ്റ് അവരെ പ്രകടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പോസിറ്റീവ് ഇത് അവരോട് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ വിടത്തില്ല, പലതും പറഞ്ഞ് നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ അവരെ നോക്കും എന്ന് പറഞ്ഞു. സോ അങ്ങനെ ഒരു ഇതുണ്ട്. ആ സമയത്തിൻ്റെ ആധാർ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഈ ദിവസം ഈ ഒരു സ്കാം കോൾ വന്ന സമയത്ത് എന്നോട് ചോദിച്ചായിരുന്നു നിങ്ങളുടെ ആധാർ എങ്ങനെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളല്ലേ നമ്മുടെ ആധാർ ഇപ്പോൾ പല സ്ഥലത്തും കൊടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ മൈക്രോ ഫിനാൻസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ടാവും, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പല സ്ഥലത്തും നമ്മുടെ ആധാർ യൂസ് കൊടുക്കുന്നുണ്ടാവും. സോ അങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞത്. നിങ്ങൾ വല്ല ബാങ്കിലോ അങ്ങനെ എവിടെയെങ്കിലൊക്കെ ആധാർ കൊടുത്തിട്ടുണ്ടോ? ഒബ്വിയസ്ലി നമ്മൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ ആധാറൊക്കെ കൊടുക്കും. അപ്പം ഞാൻ ആധാർ നഷ്ടപ്പെട്ടു പോയ ഈ സംഭവം എൻ്റെ മനസ്സിൽ സ്ട്രൈക്കായത്. സോ അത് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ പാനിക്ഡായിന്ന് അവർക്ക് തന്നെ അതൊന്നും മനസ്സിലായി. സോ പാനിക് ആവണ്ട, മുംബൈ പോലീസിൽ ഇങ്ങനെ ഇത് കേസ് വന്നിട്ടുണ്ട്. സോ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് വിളിക്കുന്നത്, സഹായിക്കാനാണ് വിളിക്കുന്നത്, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇത് ഞാൻ മുംബൈ പോലീസിനോട് ആധാർ ഇങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളത് മുംബൈ പോലീസിനോട് പറയാം എന്നുള്ള അങ്ങനെ പറഞ്ഞു. പിന്നെ അവർ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കണേ. എനിക്ക് ആ സമയത്ത് ഞാനിങ്ങനെ ടെൻഷനായ സമയത്ത് എൻ്റെ തലക്കാലത്തൊന്നും കയറത്തൊന്നുമില്ല. അവർ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞാൻ അവരോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സ്കാം കോള് പറ്റി. ഓക്കെ, അവർ കട്ട് ചെയ്തിട്ടോ. ഇങ്ങനെ ഞാൻ പാനിക്ഡ് ആവുമെന്ന് പറഞ്ഞപ്പോൾ അവരാണ് കട്ട് ചെയ്തത്. സോ അപ്പോൾ ഞാൻ അപ്പോഴും ഭയങ്കര ടെൻഷനിലിരിക്കണേ. എൻ്റെ ആ സമയത്തെ ടെൻഷൻ എന്ന് വെച്ചാൽ ദൈവമേ, എനിക്ക് കേസ് എൻ്റെ പേരിൽ വല്ലതും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു എക്സാം എഴുതാൻ നിൽക്കുന്നില്ല, ഒരു ഗവൺമെൻറ് എക്സാം എഴുതാൻ നിൽക്കുവാണ്, എൻ്റെ പേരിൽ കേസ് വന്നിട്ടുണ്ടെങ്കിൽ എന്താവും എൻ്റെ സ്ഥിതി? ഞാൻ അങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു വെച്ചത്. സോ അപ്പോൾ അമ്മയുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അമ്മയുടെ അടുത്ത് ഇങ്ങനെ അമ്മയുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു പോലീസ് സ്റ്റേഷൻ, അങ്ങനെ എന്തെങ്കിലും മുംബൈ പോലീസിൽ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിക്കാം എന്ന് പറഞ്ഞു. സോ ഞാനും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എൻ്റെ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ, അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. എന്നിട്ട് ഈ റെക്കോർഡും കേൾപ്പിച്ചു കൊടുത്തു അവിടുത്തെ സാറ് കേൾപ്പിച്ചു കൊടുത്തിട്ട് ആ സാറ് പറഞ്ഞു, 2 സാറുമാരും ഭയങ്കര മാന്യമായിട്ടാണ് പെരുമാറിയത്. അപ്പോൾ പോലീസിൻ്റെ അവിടെ ചെന്നപ്പോൾ സാർ ഇങ്ങോട്ട് പറഞ്ഞതാണ് അവർക്ക് ഇതുപോലെ തന്നെ ഒത്തിരി കംപ്ലയിൻറ്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്കാം കോൾസ് വരുന്നത് ഇപ്പോൾ ഈ നിങ്ങളിപ്പോൾ നിങ്ങൾ പേടിച്ചു, നിങ്ങളുടെ അടുത്തുനിന്ന് അവർക്ക് എതിരായിട്ടൊരു പോസിറ്റീവ് അപ്രോച്ചാണ് കിട്ടുന്നതെങ്കിൽ, അതായത് അവർ പറഞ്ഞത് വിശ്വസിച്ചു എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് മുംബൈ പോലീസ് എന്നും പറഞ്ഞിട്ട് ആരെങ്കിലും ഒക്കെ വിളിക്കും. എന്നിട്ട് നിങ്ങളോട് വീഡിയോ കോളിൽ വരാൻ പറയും. ചിലപ്പോൾ എന്താ പറയുക, ഒരു യൂണിഫോം ഇട്ട ആൾ ചിലപ്പോൾ വീഡിയോ കോളിൽ വന്നിരുന്ന് നിങ്ങളോട് ഓരോ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുമായിരിക്കും. ഈ യൂണിഫോം തന്നെ നമുക്ക് വാടകയ്ക്ക് എടുക്കാനൊക്കെ പറ്റും. അങ്ങനെ നിങ്ങൾ ഒന്ന് സംസാരിച്ചിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ട് എന്നിട്ട് അതിൽ നിന്ന് പൈസയൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്, നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഇത്ര പൈസ ഫൈനായിട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളോട് ചോദിക്കാം. ചിലപ്പോൾ നിങ്ങൾ അവരെ വിശ്വസിച്ചിട്ട്, അതായത് നമ്മൾ നോക്കുമ്പോൾ അറിയാത്തൊരാൾ നോക്കുമ്പോൾ ഒരു പോലീസ് ഓഫീസർ, മുംബൈയിലെ പോലീസ് ഓഫീസറാണെന്ന് നമ്മൾ വിചാരിക്കുള്ളൂ. അപ്പം നമ്മൾ പൈസ കൊടുക്കും. സോ അങ്ങനെയൊക്കെ നമ്മൾ ആ സ്കാമിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ശരിക്കുമുള്ള കാര്യം പറയാം, നിങ്ങൾ ആരും പേടിക്കരുത് കേട്ടോ. ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി പാനിക്ഡായിപ്പോയി. പക്ഷേ എന്നെപ്പോലെ നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരുപാട് കോള് വരുന്നുണ്ട്. സോ ഇങ്ങനത്തെ കോള് വരാൻ നേരത്ത്
നമ്മൾ അവർക്ക് ഇൻട്രസ്റ്റഡ്, അവർ പറഞ്ഞത് വിശ്വസിച്ചു എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ നമ്മൾ വിടത്തില്ല. ഇങ്ങനെ വിളിച്ച് നമുക്ക് ചിന്തിക്കാൻ വേറെ ഒരു ആക്ഷൻ പോലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ നമ്മളിങ്ങനെ കോള് വിളിച്ചുകൊണ്ടിരിക്കും. നമ്മളൊരു ചിന്തിക്കാൻ പോലും വിടത്തില്ല. അങ്ങനെ ഇങ്ങനെ കോള് വിളിച്ചുകൊണ്ടിരിക്കും. സോ ഈ ഒരു കാര്യം ഞാൻ പറയാം. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. ഇങ്ങനെ കേരളത്തിന് പുറത്ത് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നമുക്കെതിരെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവർ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യത്തില്ല. എന്താ പറയുക, മുംബൈ പോലീസ് സ്റ്റേഷനിൽ ഇൻ കേസ് എൻ്റെ പേരിൽ ഒരു കംപ്ലയിൻറ്റ് വന്നെന്നിരിക്കട്ടെ, എന്നെ ഒരിക്കലും അവർ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യത്തില്ല. എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കേരള പോലീസിലായിരിക്കും അവർ കോൺടാക്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവർ മുഖേനയായിരിക്കും എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും വിശ്വസിക്കരുത് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ മുംബൈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ അവരുടെ അടുത്തോട്ട് വീഡിയോ കോളിലൊന്നും പോകരുത്. ചിലപ്പോൾ അവർ ഗേൾസൊക്കെ ആണെങ്കിൽ അവർ ഫോട്ടോ ഒക്കെ എടുത്തിട്ട്, നിങ്ങൾക്കറിയാലോ, ഫോട്ടോ എടുത്തിട്ട് ചിലപ്പോൾ മോഫ് ചെയ്തിട്ട് യൂസ് ചെയ്യാനും മതിയാകും. ഭീഷണിപ്പെടുത്താം. നമ്മൾ ഗേൾസ് ആകുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതും പേടിച്ചു നോക്കൂ. സോ എൻ്റെ വീഡിയോസ് കാണുന്ന കുട്ടികളെല്ലാം മോസ്റ്റ്ലി ഒരു 18നും ഒരു 25നും ഒക്കെ ഇടയിലുള്ള കുട്ടികളാണ്. സോ നിങ്ങളോട് പറയുന്നത്, നമ്മൾ ഫോൺ നമ്പർ ഒത്തിരി സ്ഥലത്ത് കൊടുക്കുന്നതാണ്. ഒത്തിരി ആപ്പിലും ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഫോൺ നമ്പറൊക്കെ കൊടുക്കും. ഓക്കെ. അതുപോലെ തന്നെ ആധാർ കാർഡ്, പല ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിലും മൈക്രോ ഫിനാൻസിങ്ങിൻ്റെ ഇതിന് വേണ്ടിയിട്ട് പല സ്ഥലത്ത് നമുക്ക് ആധാർ കാർഡും കൊടുക്കും. സോ നമുക്കും കിട്ടാം ഇതുപോലെയുള്ള ഫ്രോഡ് കോൾസ് കിട്ടുക. സോ ഈ സമയത്ത് എന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ പാനിക് ആവല്ലേ. എന്തുണ്ടെങ്കിലും നിങ്ങൾ വീട്ടിൽ പറയണം. എന്ത് സംഭവിച്ചാലും വീട്ടിൽ പറയണം. ആൻഡ് നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് എന്താ പറയുക, എപ്പോഴും ഡൗട്ട് ഉണ്ട് ഇങ്ങനത്തെ ഒരു കാര്യത്തിനെ കുറിച്ചാണെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോവുക. നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അവർ നമ്മൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും നമുക്ക്. സോ ഇതിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, എനിക്കറിയാം ഞാൻ ആ സിറ്റുവേഷനിൽ ഞാൻ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. മര്യാദയ്ക്ക് ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു കോള് വന്നത്. ഞാൻ ശരിക്കും പാനിക്ഡായി പോയിടാം. എന്നിട്ട് എൻ്റെ കൈയൊക്കെ ഉണ്ടല്ലോ, എനിക്ക് പേടിച്ച് കഴിഞ്ഞാലും എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി കഴിഞ്ഞാലും എൻ്റെ കൈയൊക്കെ ഇങ്ങനെ തണുത്തിരിക്കും. സോ നല്ലതായിട്ട് തണുത്തിങ്ങനെ മരവിച്ചിരിക്കണമായിരുന്നു. ഞാൻ അത്രയ്ക്കും പേടിച്ച് കഴിയും. കാരണം ഞാൻ ആ സമയത്ത് വേറെ ഒന്നും ചിന്തിക്കാൻ നമുക്കൊരു ഇത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, അയ്യോ എൻ്റെ പേരിൽ കുറച്ച് ആൾക്കാർ പറ്റിക്കപ്പെട്ടു, അല്ലെങ്കിൽ എൻ്റെ ഇതിൽ എടുത്തിട്ട് കുറച്ച് ആൾക്കാർ പറ്റിക്കപ്പെട്ടു, അവരുടെ കയ്യിൽ നിന്ന് പൈസ പോയി. പിന്നെ എൻ്റെ എക്സാം എന്താവും, എനിക്ക് എക്സാം എഴുതാനുള്ളതല്ലേ അടുത്ത വർഷം. അയ്യോ എനിക്കിനി എക്സാം എഴുതാൻ പറ്റില്ലേ, അതൊക്കെയായിരുന്നു എൻ്റെ മൈൻഡിൽ കൂടി പൊയ്ക്കൊണ്ടിരുന്നത്. എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ലേ, അങ്ങനെയായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. സോ എൻ്റെ പോലെ വേറെ ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്തത്. ഇങ്ങനെയും കുറച്ച് സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ബി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാനിക് ആവല്ലേ. വാട്ട് എവർ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളപ്പോൾ തന്നെ റെക്കോർഡിലിട്ടിട്ട് എന്താ പറയുക, എന്താണെങ്കിലും നിങ്ങളുടെ പാരൻസിനോട് പറയുക. അല്ലെങ്കിൽ നിങ്ങൾക്കത് സ്കാമാണെന്ന് മനസ്സിലായാൽ അപ്പം തന്നെ കട്ട് ചെയ്തിട്ട് പോവുക. അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് അവർ പറഞ്ഞ് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത് എന്തായാലും നിങ്ങൾ പാരൻസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കുക. പേടിക്കാതെ ഇരിക്കുക കേട്ടോ. ഞാൻ പേടിച്ച പോലെ നിങ്ങൾ ആരും പേടിക്കരുത്. സോ അതിന് വേണ്ടി കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.